വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായുള്ള സർക്കാർ ടൗൺഷിപ്പിൻ്റെ ഒന്നാം ഘട്ട ഉദ്ഘാടന ചടങ്ങിൽ ടി സിദ്ദിഖ് MLA-ക്കെതിരെ കൂക്കിവിളിയുണ്ടായി. സ്വാഗത പ്രസംഗത്തിൽ ചീഫ് സെക്രട്ടറി ജയതിലക് MLA-യുടെ പേര് പരാമർശിച്ചപ്പോഴും പിന്നീട് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും സദസ്സിൽ നിന്നും ഒരു വിഭാഗം നിർത്താതെ കൂക്കി വിളിച്ചിരുന്നു. അതോടെ സദസ്സിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന പ്രാദേശിക CPM നേതാക്കൾ കൂവൽ നിർത്തണം എന്നാവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. എന്നാൽ ആ കൂവൽ വകവെക്കാതെ പ്രസംഗം തുടർന്ന MLA അതിജീവിത കുടുംബങ്ങളിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതുൾപ്പെടെ താൻ നടത്തിയ ഇടപെടലുകൾ വിശദീകരിക്കുകയായിരുന്നു. ദുരന്ത ബാധിത കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥതയുള്ള ഒരു ശബ്ദം പോലും ഉണ്ടാകില്ലെന്നും മറ്റുള്ള അപശബ്ദങ്ങളെ താൻ കണക്കാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ മന്ത്രി K. രാജൻ വെറുതെ കല്ലിട്ട് പോകുന്നവരില്ല തങ്ങളെന്നും കല്ലിട്ടാൽ ആ കല്ലിന്മേൽ കല്ലിട്ട് അത് വീടാക്കും, അത് അർഹതപ്പെട്ടവർക്ക് കൈമാറുമെന്നും പറഞ്ഞപ്പോൾ വലിയ കയ്യടിയും ഉണ്ടായിരുന്നു. ഇത്രയും സന്തോഷകരമായ ഒരു അവസരത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരാമർശം വേണ്ടായിരുന്നു എന്ന് ഈ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ടി സിദ്ദിഖ് പറഞ്ഞു. കൂക്കിവിളിക്കായി ആസൂത്രിതമായ ശ്രമം നടന്നെന്നും ജില്ലയ്ക്ക് പുറത്തു നിന്നും വന്നവരാണ് കൂവിയതെന്നും അദ്ദേഹം ആരോപിച്ചു. തൻ്റെ പേര് പറഞ്ഞപ്പോൾ ദുരന്ത ബാധിതർ കൈയടിച്ചുവെന്നും സിദ്ദിഖ് പറയുന്നു. കൂക്കിവിളി നിയന്ത്രിക്കാൻ വേദിയിലെ ആരും ഇടപെടാത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതൊക്കെ അവരുടെ ഔചിത്യം എന്നായിരുന്നു മറുപടി. ദുരന്ത ബാധിതർക്കായി പലരും ചേർന്ന് ഇതിനകം 100ഓളം വീടുകൾ നൽകിയിട്ടുണ്ടെന്നും ശനിയാഴ്ചയും 51 വീടുകൾ നൽകിയിട്ടുണ്ടെന്നും സിദ്ദിഖ് പറയുന്നു. സിദ്ദിഖിനെതിരെ സംഘടിതമായി ഇടതുപക്ഷ പ്രവർത്തകർ കൂക്കിവിളിച്ച നടപടി ഏറെ പ്രതിഷേധാർഹമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറയുന്നു. വയനാട് ദുരന്തം നടന്ന അന്ന് രാത്രി മുതൽ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും ഉറക്കമൊഴിഞ്ഞ് നേതൃത്വം നൽകിയ ഒരു ജനപ്രതിനിധിയാണ് ടി സിദ്ദിഖ്. പൊതുപരിപാടിയിൽ ജനപ്രതിനിധികളെ ബോധപൂർവം അധിക്ഷേപിക്കുന്ന ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അത് ആവർത്തിക്കാതിരിക്കാൻ അണികൾക്ക് നിർദ്ദേശം നൽകാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രമിക്കേണ്ടതായിരുന്നു. എന്നാൽ അവരുടെ മൗനം ഇത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികൾക്ക് പിന്തുണ നൽകുന്നതിന് തെളിവാണ്. മുഖ്യമന്ത്രിയും ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന റവന്യൂ മന്ത്രി K. രാജനും പരസ്യമായി മാപ്പ് പറയണമെന്നും സണ്ണി ജോസഫ് പറയുന്നു. ചടങ്ങിൻ്റെ സ്വാഗത പ്രസംഗികനായ ചീഫ് സെക്രട്ടറി സിദ്ദിഖിൻ്റെ പേര് പറഞ്ഞപ്പോഴായിരുന്നു ആദ്യത്തെ കൂവിവിളി. ശേഷം സിദ്ദിഖ് പ്രസംഗിക്കാനായി എത്തിയപ്പോഴും സദസ്സിൽ നിന്നും കൂവിവിളി ഉയർന്നു. അതേസമയം CPM നേതാക്കളായ V. വസീഫും K. റഫീഖും എഴുന്നേറ്റ് ആളുകളെ കൂവി വിളിക്കുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്തിരുന്നു. അതേസമയം ടി സിദ്ദിഖിനെതിരെ കൂവി വിളിച്ചത് മര്യാദകേടാണെന്നും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ടൗൺഷിപ്പിൽ തങ്ങളുടെ കൂടെ പണമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിനിടെ കൽപ്പറ്റ MLA സിദ്ദിഖ് സംസാരിച്ചപ്പോൾ സദസ്സിൽ നിന്നും കൂവലുയർന്ന സംഭവത്തെ രൂക്ഷമായി വിമർശിച്ച് മുൻ MP-യും കോൺഗ്രസ് നേതാവുമായ രമ്യ ഹരിദാസും രംഗത്ത് വന്നു. മലവെള്ള പാച്ചിലിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ജനതയെ ജീവൻ പണയം വെച്ച് ചേർത്ത് പിടിച്ച ടി സിദ്ദിഖ് MLA-യെ മുണ്ടക്കൈ ചൂരൽമലക്കാർക്ക് നന്നായിട്ട് അറിയാം. ടൂറിസ്റ്റുകളായി വയനാട്ടിലെത്തിയ രാഷ്ട്രീയ അടിമകൾക്ക് ആ നാട് അനുഭവിച്ച വേദന അറിയില്ലെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അവർ അറിയിച്ചു. വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആദ്യം അവിടേക്ക് ഓടിയെത്തിയ നേതാവാണ് ടി സിദ്ദിഖ്. കൽപ്പറ്റക്കാരുടെ, ചൂരൽമലക്കാരുടെ, മുണ്ടക്കൈക്കാരുടെ മനസ്സിൽ അദ്ദേഹം എന്നെന്നും ഉണ്ടാകും. ജനപ്രതിനിധിയായി മാത്രമല്ല അവരുടെ കുടുംബാംഗമായി അന്ന് സിദ്ദിഖ് ചെയ്ത കാര്യങ്ങൾ അവരൊന്നും മറക്കുകയുമില്ല. മറ്റു പല കാര്യങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകളിലും സിദ്ദിഖിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് പല തെറ്റുകളും പറ്റിയിരിക്കാം. എന്നാൽ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സിദ്ദിഖിനെ ആ വേദിയിൽ വെച്ച് കൂവിയത് വലിയ തെറ്റ് തന്നെയാണ്. ഉരുൾപൊട്ട സമയത്ത് സിദ്ദിഖ് നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ആ കൂവലും ഓരിയിടലും കൊണ്ട് മറച്ചു വെക്കാനും കഴിയില്ല.